ഹായ് എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ബിജു ജോർജ് ടി വി ടിപ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു ടി വിയുടെ പവർ ഓൺ ആവാത്തത് നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ്. ലൈറ്റ് ഉണ്ട്, സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഉണ്ട്. ഓക്കെ, ദർ ഈസ് ലൈറ്റ്. ഐ വിൽ ട്രൈ ടു സ്റ്റാർട്ട് ദ ടി വി. ദർ ഈസ് പവർ. ഓക്കെ, ഹിയർ ഈസ്. ഓക്കെ, ഓൺ ചെയ്തിട്ട് ഓക്കെ, അഗെയിൻ ഐ എം പ്രസ്സിങ് സ്റ്റാൻഡ് ബൈ ലോസ്. അപ്പോൾ സ്റ്റാൻഡ് ബൈയുടെ ലൈറ്റ് പോലും വരുന്നില്ല. അപ്പോൾ അത് റിപ്പയർ ചെയ്യാനൊരു ഫാൾട്ട് കണ്ടുപിടിക്കുന്നൊരു മെത്തേഡ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. भाई लोग इसका फॉल्ट देख लिया ना. ഈ പവർ സപ്ലൈയിൽ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമ്മൾ പവർ സപ്ലൈ കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിലാവണം. ഇത് സ്റ്റാൻഡ് ബൈ, ഇത് വർക്കിംഗ് വോൾട്ടേജ്, ഇത് ട്യൂബ് ലൈറ്റിനുള്ളത്, ലാമ്പിനുള്ളത്. ഓക്കെ, ബാക്ക് ലൈറ്റ്. ഇത് LCD ആയതുകൊണ്ട് ട്യൂബ് ലൈറ്റാണ്. ഓക്കെ, ദിസ് വൺ സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ ഫോർ വർക്കിംഗ് വോൾട്ടേജ്, ട്യൂബ് ലൈറ്റ് പവർ. ഓക്കെ, ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടെ ഒരു 5 വോൾട്ട്, ഇത് ആദ്യം സ്റ്റാൻഡ് ബൈ പൊസിഷനിൽ ഇത് ഓണാവും. ആ 5 വോൾട്ട് ഇതിലുണ്ടാവും. ആ 5 വോൾട്ട് മദർ ബോർഡിൽ ചെല്ലും. മദർ ബോർഡിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വർക്കിംഗ് ആണെങ്കിൽ നമ്മളിത് അതിൻ്റെ സ്റ്റാൻഡ് ബൈ കീ അമർത്തുന്നുണ്ടെ അവിടെ നിന്നൊരു കമാൻഡ് വരും. എൻ്റെ ഈ പവർ ഓൺ എന്ന് പറയുന്ന അതിലേക്ക്. ഇത് കണ്ടോ, ഡിമ്മ്, ഓൺ, ഓഫ്. ഇത് കണ്ടോ, ഇതിലേക്ക് വരും. അതായത് ഈ 5 വോൾട്ട് going the motherboard, good condition, working everything very well. You pressing standby button, same time one command coming, power on. See, power supply on, second one pulse night, 1 voltage coming. Then start the another all voltages. Okay, understand? This board everything good condition, working very well. Then you pressing standby releasing, same time coming here also 12 volt, and this panel 12 volt, same time releasing the voltage, IC, the sound IC also. I think, sorry, this one sound IC also. അപ്പോൾ ഇതെല്ലാം സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം റിലീസ് ആവത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ഇതിനകത്തെ 5 വോൾട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഇതിൻ്റെ 5 വോൾട്ട് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പരിഹരിച്ചതിന് ശേഷമേ ഇതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നു. അപ്പം ദിസ് ആണ് ഓസിലോസ്കോപ്പ്. ഓക്കെ, ഐ നോ. അപ്പോൾ ഈ ഓസിലോസ്കോപ്പ് ത്രൂ ആണ് നമ്മൾ ഇതിൻ്റെ ഫോൾട്ട് കണ്ടുപിടിക്കാനുള്ള വോൾട്ടേജ് എത്ര ഉണ്ട് എന്തെല്ലാം നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡയോഡുണ്ട്. ആ ഡയോഡിൻ്റെ നടുക്കത്തെ പിന്നാണ് ഔട്ട്പുട്ട് പോസിറ്റീവ് വോൾട്ടേജ് വരുന്നത്. അവിടെ എത്ര വോൾട്ട് ഉണ്ട് എന്തുണ്ടെന്ന് നോക്കുന്നത്. ഓക്കെ, ആട്ടോ, പ്രസ്സിങ് ആട്ടോ. ഇവിടെ നോയ്സ് പോലെ എന്തോ വരുന്നുണ്ട്. ഒരു പ്യുവർ DC എന്ന് പറയുമ്പം ഇവിടെ ഒരു സിംഗിൾ ലൈനേ വരാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വല്പം തേണ്ട ഇവിടെ താഴോട്ട് പോകുന്നുണ്ട്. കണ്ടോ, ഒരു DC ലെവലിൽ നിന്ന് ഒരു സ്വല്പം താപ്പോട്ട് വരുന്നുണ്ട്. देखो ये प्योर DC नहीं है, कुछ नॉइस है, नहीं तो 1 सेकंड के लिए थोड़ा हाई हो जाता है. DC में इधर थोड़ा गैप है. से देयर इज़ नॉट स्ट्रेट लाइन, देयर इज़ सम नॉइस और समथिंग, നോട്ട് ഫിൽറ്ററിങ്, നോട്ട് പ്രോപ്പർ, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ ഫിൽറ്ററിങ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നോയ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വോൾട്ടേജ് ദർ ഈസ് ഹൗ മച്ച് ദ വോൾട്ടേജ് 4.63.
വോൾട്ടേജ് there is 4.63. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫിൽറ്ററിങ്ങിൽ എന്തോ ഡാമേജ് ഉള്ള പോലെയാണ് കാണിക്കുന്നത്, ഒരു പ്രോപ്പർ ഇതല്ല കാണിക്കുന്നത്. അപ്പം അത് ഞാനപ്പോൾ ആ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കട്ടെ, എന്നാലേ കൺഫേം അറിയാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ചുകൂടെ ഒരു നല്ലതാണ് നമുക്ക് വോൾട്ടേജ് ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഓക്കെ, എപ്പോൾ നമ്മൾ റിപ്പയറിങ് തുടങ്ങിയാലും ഇതുപോലൊരു പേസ്റ്റ് ബോർഡ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം മാത്രമേ റിപ്പയറിങ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്ക് മാറ്റേണ്ട കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ഇത്. ഓക്കെ, അപ്പം ഇവിടെ വരും. ഈ ഒരു കപ്പാസിറ്ററാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 16 വോൾട്ട് 330. ഓക്കെ, 16 വോൾട്ട് 330 UFD. ഓക്കെ ഓക്കെ, 1000 MFD 16 വോൾട്ട്. ഓക്കെ, 1000 MFD 16 വോൾട്ട്. അപ്പോൾ നമ്മൾ പൊളാരിറ്റി ചേഞ്ചായി പോകാൻ പാടില്ല, സെയിം തന്നെ ഇടണം, വ്യത്യാസങ്ങളൊന്നും വരാൻ പാടില്ല. പിന്നെ പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ പൊളാരിറ്റി ചേഞ്ചായി പോകാൻ പാടില്ല. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. भाई ये कैपेसिटर का पोलैरिटी नहीं चेंज होना मंदे, सेम उधर मार्किंग है वो सेम उसको कनेक्शन देने का है. ओके, सेम कनेक्शन देने का. ओके, डोंट चेंज पोलैरिटी, देयर इज मार्किंग. ओके, नेगेटिव पॉजिटिव. नाउ आई एम चेकिंग TV. എന്തായാലും നമ്മുടെ TV റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ കപ്പാസിറ്റർ മാറ്റിയിട്ടപ്പോഴുള്ള വ്യത്യാസം എന്താണെന്നുള്ളതൊന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കണമല്ലോ. കപ്പാസിറ്റർ മാറ്റിയിടുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അവിടെ നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇപ്പം 4.8689 ഇപ്പോൾ ആ വലിയ നോയ്സ് ഉള്ളത് മാറിയിട്ടുണ്ട്. ഞാൻ ആട്ടോ ഒന്ന് അടിച്ചു നോക്കട്ടെ. പക്ഷേ ഇപ്പോഴും ചെറിയൊരു നോയ്സ് ഉണ്ട്, പക്ഷേ ആ വലിയ നോയ്സ് ഉള്ളത് മാറിയിട്ടുണ്ട്. ചെറിയ നോയ്സ് ഉണ്ട്. ഒക്കെ 4.78 4.8 4.9 വോൾട്ട് അങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്കൊരു നോയ്സ് ഉണ്ട്. എൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 31,315 കിലോ ഹെർട്സ്.
ഫ്രീക്വൻസി. ഓക്കെ, അങ്ങനെ നമ്മുടെ ടി വി എന്തായാലും റെഡി ആയിട്ടുണ്ട്. ആ നീണ്ട നോയ്സ് പോയിട്ട് ഒരു നോർമൽ നോയ്സായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നോയ്സ് ഉണ്ടത്, പക്ഷേ അത് ഒരു ചെറിയ നോയ്സ് ഉണ്ട്, പക്ഷേ ടി വി വർക്കിംഗ് ആണ്. ആ നീണ്ട ഭയങ്കര ഹൈറ്റുള്ള ഒരു നോയ്സ് ഇല്ല. നേരത്തെ ആണെങ്കിൽ ഒരു സ്വല്പം താപ്പോട്ട് വരുന്നുണ്ടായിരുന്നു, ആ വരയിൽ നിന്ന് നേരെ താപ്പോട്ട് വരുന്നുണ്ടായിരുന്നു. ഇനി ഇവിടെ എവിടെയെങ്കിലും കൊടുത്തു നോക്കട്ടെ, ഒരു മിനിറ്റ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എന്തായാലും ടി വി റെഡി ആയിട്ടുണ്ട്. അപ്പം okay, thank you for watching. Okay, please subscribe this channel. Thank you. Okay, thank you for watching. Please subscribe this channel. Thank you.